എൻ്റെ ദൈവകുമാരനും കൃപാസനമ്മയ്ക്കും ഒരുപാട് നന്ദി. ഞാൻ കൊല്ലത്ത് നിന്നും വരുന്നു. എൻ്റെ പേര് ശോഭ ആൻ്റണി. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ആൻ്റണി. ഞാൻ വന്നത് എനിക്ക് കൃപാസന അമ്മയെക്കുറിച്ച് യാതൊരു വിധ ധാരണയോ വലിയ വിശ്വാസമോ ഒന്നും ഇല്ലാത്തവളായിരുന്നു ആദ്യം. അപ്പോൾ ഞാൻ വീട്ടിലെൻ്റെ രണ്ടാമത്തെ മകൾ പറയുകയുണ്ടായി, എനിക്ക് 22 വർഷമായിട്ട് സ്വന്തമായിട്ടൊരു ഭവനമില്ലായിരുന്നു. അപ്പോൾ ഒരു പ്രതികൂല സാഹചര്യത്തിൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു താമസിച്ചിരുന്ന സ്ഥലത്ത്. അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ഒരുപാട് വേദന അനുഭവിക്കുകയുണ്ടായി. മനസ്സുകൊണ്ടെന്ന് പറഞ്ഞാൽ ഒത്തിരി. അപ്പോൾ മാതാവിൻ്റെ അടുക്ക് അമ്മ കൃപാസന അമ്മയുണ്ട്, അമ്മയുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല എന്ന് എൻ്റെ മകൾ പറയുകയുണ്ടായി. അപ്പോൾ വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. ഞാൻ എന്നാലും ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വരികയുണ്ടായി. ഞാനിവിടെ പ്രാർത്ഥിച്ചു പോയതിന് ശേഷം എനിക്ക് വീട്ടിൽ നിന്ന് തന്നെ ഒരു അനുഭവം ഉണ്ടായി. എനിക്കിവിടെ വന്ന് ഉടമ്പടി എടുക്കണം എന്നൊരു തോന്നലുണ്ടായി. അപ്പം ഞാൻ ആദ്യം ഒരു മാസത്തിന് മുമ്പേ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ഞാൻ ആദ്യം പള്ളിയിലൊന്നും എല്ലായ്പ്പോഴും ഒന്നും പോകത്തില്ല. പള്ളി മുടങ്ങാറുണ്ട്, ഞായറാഴ്ചകളിൽ പോലും ചിലപ്പോൾ മുടങ്ങാറുണ്ട്. അങ്ങനെയുള്ള വ്യക്തിയാണ് ഞാൻ. അത് എൻ്റെ മനസ്സിൻ്റെ സാഹചര്യമായിരിക്കാം. അല്ലാതെ ഞാൻ ക്രിസ്ത്യാനിയാണ്, ദൈവവിശ്വാസമുണ്ട്, എങ്കിൽ പോലും ഞാൻ പോകില്ല. പിന്നെ ഒരു ദിവസം ഞാൻ ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞതിന് ശേഷം എനിക്ക് വല്ലാത്തൊരു മാറ്റം. ഞാൻ ഫുള്ള് മാറി. ഞാൻ എന്നും രാവിലെ പള്ളിയിൽ പോകാറുണ്ട്. ഞാൻ എന്നും എൻ്റെ അമ്മയോട് പ്രാർത്ഥിക്കും. ഞാൻ ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കും. ഒരുപാട് ഉപ്പ് എല്ലാം ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയുണ്ടായി. പ്രാർത്ഥിച്ച് ഇരിക്കുമ്പോഴത്തേനും ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേനും ഒരു വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടായി. എൻ്റെ അടുക്കള വശത്ത് ഞാനിങ്ങനെ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു സുഗന്ധം, പൂവിൻ്റെയും കുമിഞ്ചാൻ്റെയൊക്കെ ഒരു സുഗന്ധം എനിക്കുണ്ടായി. അപ്പോൾ ചേട്ടൻ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മകൻ എൻ്റെ കൂടെ സഹായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ ചുറ്റുവട്ടം ആരുമില്ല. ആ സമയത്ത് എനിക്ക് പുറകുവശത്ത് നിന്ന് അടിക്കുന്നത്. എൻ്റെ ഫ്രണ്ട് വാതിൽക്കലും അല്ല, പുറകു സൈഡിൽ. ഞാൻ അവിടെയാണ് എപ്പോഴും ഉപയോഗിക്കാറുള്ളത്. പുറകുവശം പാത്രം കഴുകാനും ഇങ്ങനെയൊക്കെയുള്ള തുണി കഴുകാനും ഒക്കെ. ആ ഒരു സന്ധ്യാസമയം ഒരു 7 മണിയൊക്കെ ആവും, 7-7:30 ആയപ്പോഴത്തേനും എനിക്കൊരു വല്ലാത്തൊരു സുഗന്ധം പരക്കുകയുണ്ടായി. ആ സുഗന്ധം എനിക്ക് തന്നെ വരുന്നു. ഞാൻ ചുറ്റുവട്ടവും പോയി വാതിൽ തുറന്ന് നോക്കിയപ്പം അവിടെ എങ്ങും ആരുമില്ല. ഞാൻ എൻ്റെ ചേട്ടനെ വിളിക്കുകയുണ്ടായി. ചേട്ടാ ഇങ്ങോട്ട് ഓടി വാ, നല്ല ഒരു സുഗന്ധം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടനും വന്ന് നോക്കിയപ്പോഴത്തേനും പരിസരത്ത് ആരും അപ്പുറത്തൊന്നുമില്ല. നല്ലൊരു മണം, ആ പൂവിൻ്റെ സുഗന്ധം. അങ്ങനെ മാതാവ്, എനിക്ക് തോന്നി മാതാവ് ഇവിടെ ഉണ്ട്, എന്തായാലും മാതാവ് ഇവിടെ ഉണ്ട്. അങ്ങനെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. ചേട്ടനും അതുപോലെ എൻ്റെ ഒപ്പം ഇരുന്ന് പ്രാർത്ഥിക്കും. 1 മാസം കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ എൻ്റെ ചേട്ടനെയും കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചു. ആ ഉടമ്പടിയിൽ എടുത്തതിന് ശേഷം ഞാനും എൻ്റെ ചേട്ടനും ഇന്നേ വരയ്ക്കും ആ പ്രാർത്ഥനയോ ഒന്നും മുടക്കാതെ തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു 20 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഈ ലഭിക്കുന്നത്. ഞാൻ പെട്ടെന്നൊരു മാതാവിൻ്റെ അടുക്കെ പറഞ്ഞു, ഞങ്ങൾ എവിടെ പോകും എന്ന് പറഞ്ഞുള്ള രീതിയിൽ കരഞ്ഞപ്പോൾ ഒരു ഭവനം എനിക്ക് കാണിച്ചു തന്നു. ഒരു സ്വപ്നത്തിൽ എന്ന കണക്ക് എനിക്ക് ഒരു ഭവനം, അവിടെ പോവാമെന്ന്. അങ്ങനെ മാതാവ് എനിക്കൊരു ഭവനം കാണിച്ചു തന്നു. നല്ലൊരു ഭവനമായിരുന്നു. പക്ഷേ ഞങ്ങളെ പെട്ടെന്നൊരു 30 ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറയുകയുണ്ടായി. ആ വീട്ടുകാരൻ പറഞ്ഞ്, നിങ്ങൾക്കിപ്പോൾ ഈ വീട് ആവശ്യമുണ്ടെങ്കിൽ ഒരു 30 ലക്ഷം രൂപ നിങ്ങൾ ഞങ്ങൾക്ക് തന്നാൽ ഈ വീട് നിങ്ങൾക്ക് ലഭിക്കും. പക്ഷേ വേറെ എങ്ങും. അപ്പം ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല. എനിക്കൊരു കുഞ്ഞു വീട് കിട്ടിയാൽ മതി എന്നുള്ള ഒരു തോതിലാണ്. പക്ഷേ ആ 30 ലക്ഷം രൂപ എങ്ങനെയെന്നറിയില്ല കൊണ്ടെത്തിക്കുകയുണ്ടായി. എവിടെ നിന്നില്ലാത്ത രൂപത്തിൽ ഞങ്ങൾക്ക് ലഭിച്ചു. ഞങ്ങൾക്ക് 1 ലക്ഷം രൂപ ആദ്യം അഡ്വാൻസ് കൊടുത്തതിന് ശേഷം അദ്ദേഹം പറഞ്ഞ്, സഹോദരി ഞങ്ങൾക്ക് ഒരു 30 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ തരാൻ പറ്റത്തുള്ളൂ എന്ന്. അത് ഞങ്ങൾ ഏതേലും രൂപത്തിൽ എൻ്റെ പരിശുദ്ധ അമ്മയാ ഇത് കൽപ്പിച്ചത്.
അങ്ങനെ ഒരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേനും ഈ പൈസ അഡ്വാൻസ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഈ 30 ലക്ഷം രൂപയും അഡ്വാൻസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഫീലിംഗ് ഉണ്ടാകും. ചെറിയതൊന്നും അല്ല, വലുത്. ഈ 30 ലക്ഷം രൂപ 3 മാസം കഴിയുമ്പോൾ, കരാറ് കഴിയുമ്പോഴത്തേന് അഡ്വാൻസ് എന്ന രൂപത്തിൽ പോകും. അപ്പം ഞാൻ ചിന്തിക്കണ്ടേ, എൻ്റെ മാതാവേ, ഈ 30 ലക്ഷം രൂപയും ഞാൻ എങ്ങനെ സഹിക്കും? ഇദ്ദേഹം 3 മാസം കഴിയുമ്പോൾ ഞങ്ങളോട് അഡ്വാൻസ് ആയിട്ടല്ലേ വാങ്ങിയതെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ സങ്കടപ്പെട്ട് ഫീൽ ചെയ്ത് കരയുകയുണ്ടായത്. കരഞ്ഞ ഒരാഴ്ച കഴിഞ്ഞില്ല, എൻ്റെ ഹൃദയമൊക്കെ അങ്ങ് കല്ലാക്കി. അതെൻ്റെ മാതാവ് തന്ന എനിക്കൊരു അനുഭൂതിയാണ്. ഹൃദയം അങ്ങ് കല്ലായി. ഞാൻ ആകെപ്പാടെ എനിക്കൊരു ഫീലിങ്ങില്ല. അപ്പം മക്കളൊക്കെ പറയാം, മമ്മി 30 ലക്ഷം രൂപ കൊണ്ട് കൊടുത്തില്ലേ, നിങ്ങൾക്ക് കിട്ടാതിരിക്കുമ്പോൾ എന്ത് ചെയ്യും? പേടിക്കണ്ട, എൻ്റെ അമ്മ തരും, എൻ്റെ അമ്മ തരും. ഞാനിങ്ങനെ ഉറക്കെ ഇങ്ങനെ പിള്ളേരോടെ, പിള്ളേരെ, അമ്മ തരും, എനിക്ക് അമ്മ തരും, ഇങ്ങനെ ഒരു വിശ്വാസത്തില്ല. അപ്പം പിന്നെ 3 മാസമായി അദ്ദേഹത്തിനോട് പോയപ്പോൾ, ഞങ്ങൾ ഒന്നും കൂടെ പുതുക്കി വെക്കണേ എന്ന് പറയാനായിട്ട് പോയ സമയത്ത് അദ്ദേഹം പറയാണ്, അല്ലല്ല, ഇനി പുതുക്കാനൊന്നും പറ്റത്തില്ല, അത് അഡ്വാൻസ് ആയിട്ട് തന്നിരിക്കുകയല്ലേ, ഞങ്ങൾക്കിപ്പോൾ പറ്റത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ പൈസ ഒന്നിത്താ, ഇപ്പം പറ്റത്തില്ലെങ്കിൽ പൈസ. അപ്പോഴത്തേനും പറഞ്ഞ്, ഇല്ല, ഞങ്ങൾ വേണമെങ്കിൽ 1 മാസത്തേക്ക് ഇവിടെ പുതുക്കി തരാം. 1 മാസം എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, എനിക്കെന്താ, ഞാൻ കൃപാസന മാതാവിൻ്റെ ഉടമ്പടി മറ്റേ കാശിരുവം ഞാൻ കൈ കൊണ്ടുപോകും എപ്പോഴും. ആ കാശിരുവം എടുത്തുകൊണ്ട് പോയി ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി. മാതാവേ മാതാവേ മാതാവേ, എനിക്ക് ഈ 1 മാസം എന്നുള്ളത് 3 മാസമാക്കി തരണേ. അങ്ങനെ പറഞ്ഞതും അദ്ദേഹത്തിന് എന്നെ പെട്ടെന്നൊരു ഒരു കാര്യം ചെയ്യും, 3 മാസത്തേക്ക് എഴുതിത്തരാം. എനിക്കൊരു അത്ഭുതം. ആ സമയത്ത് തന്നെ എനിക്ക് വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടായി. ആ സമയം അങ്ങനെ ആ 3 മാസം കഴിഞ്ഞപ്പോഴത്തേനും അദ്ദേഹത്തിൻ്റെ വീട് വിറ്റാലേ ഞങ്ങൾക്ക് പൈസ തരാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾക്കും ബാക്കി പൈസ കൊടുക്കുവാൻ സാധിക്കുന്നില്ല. 30 ലക്ഷം രൂപ 55 ലക്ഷം രൂപയ്ക്കാണ്, ബാക്കി 25 ലക്ഷം രൂപ ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല. ആ 25 ലക്ഷം രൂപ ഏത് വിധേനോ ആ കുടുംബ വീടിൻ്റെ രീതി അനുസരിച്ച് ഒരാൾ കൊണ്ടുവന്ന് അഡ്വാൻസ് തരികയുണ്ടായി. അത് അദ്ദേഹത്തിൻ്റെ ചേട്ടൻ്റെ ഓഹരി വീടാണ്. അപ്പോൾ അതിൽ നിന്നുള്ള ആ പൈസ ഞങ്ങൾ വാങ്ങി അപ്പുറത്ത് കൊടുക്കുകയും ആ വീടിന് കൊടുക്കുകയും ഞങ്ങളമ്മ സേഫാക്കി. ആ 55 ലക്ഷം രൂപയ്ക്ക് അന്ന് ലഭിച്ച അനുഗ്രഹം ഇന്നും മറക്കാൻ സാധിക്കില്ല, ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. അങ്ങനെ ഞങ്ങൾക്ക് മാതാവ് ഞാൻ കരുതിയതിലും കൂടുതൽ ഒരു 2 നില ഭവനം, 4 റൂമുള്ള, കയറിക്കിടക്കാൻ ഒരു ചെറിയ വീട് മതി എന്ന് കരുതിയ എനിക്ക് അമ്മ തന്നത് ഒരു വലിയ 4 മുറിയുള്ള 2 നില വീടാണ് എനിക്ക് ലഭിച്ചത്. പിന്നെ അതുപോലെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ചേട്ടന് ഇത്തിരി മദ്യപാനിക്കുമായിരുന്നു. അപ്പോൾ ഒരു 33 വർഷം വലിയ ശല്യമില്ലെങ്കിലും മദ്യപിക്കും. പക്ഷേ എനിക്കത് മനസ്സിൽ തോന്നി, എനിക്കിത് നിർത്തലാക്കണം. പക്ഷേ ഞങ്ങളെ കൊണ്ട് സാധിച്ചില്ല നിർത്തലാക്കണം എന്ന് വിചാരിച്ചത്. പക്ഷേ ആ 30 വർഷം കൊണ്ട് കുടിച്ചു കൊണ്ടിരുന്ന ആ മനുഷ്യൻ എല്ലായ്പ്പോഴും അല്ല, മാസത്തിൽ 2 പ്രാവശ്യം ഇങ്ങനെ ഉണ്ടായിരുന്നു. ആ മദ്യപാനം ഇന്ന് ഉടമ്പടി എൻ്റെ ഭർത്താവ് എടുത്തതിന് ശേഷം ഇന്നേ വരയ്ക്കും മദ്യപാനം എന്നുള്ള ഒരു ഇത് കുടിച്ചിട്ടില്ല. അപ്പോൾ അതിനും ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നു. പിന്നെ എന്നുള്ളത്, എനിക്ക് രോഗശാന്തി ലഭിച്ചു. ഞാൻ ഒരു ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പിടിച്ച് കയറാൻ സമയത്ത് എൻ്റെ വിരലിൽ കൈ കൊണ്ട് ഒരു ആണി പൊത്തു കയറി. ആ ആണി പൊത്ത് കയറി 1.5 മാസത്തോളം എനിക്ക് ആ വിരലിനകത്തുണ്ടായിരുന്നു. ഡോക്ടറിൻ്റെ അടുക്കെ കൊണ്ടുവന്ന് കാണിച്ചിട്ടും എടുത്തിട്ടും ഒന്നും ആ നഖത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന തുരുമ്പ് മാറുന്നില്ല. അപ്പം നഖത്തിനുള്ളിലിരിക്കുകയായിരുന്നു. മാതാവ് തന്നെ എനിക്ക് കാണിച്ച് പറഞ്ഞതുപോലെ ഒരു തോന്നൽ, നീ ആ കൊല്ലത്തെ മാതാ ഹോസ്പിറ്റലിലോട്ടൊന്ന് ചെന്ന് ആ നഖം ഒന്ന് ഊരിക്കള എന്ന് എൻ്റെ മനസ്സ് പറയുന്നത് പോലെ ആ നഖം മാറ്റി എനിക്ക് രോഗശാന്തി ലഭിച്ചു. അത് പിന്നെ അല്ലാതെ എൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടാതിരുന്നു, പേര് മാറ്റം എന്ന് വെച്ചാൽ ഒരു പേര് ഹോസ്പിറ്റലിൽ കൊടുത്തു, ഡെത്ത് സർട്ടിഫിക്കറ്റിൽ ഒരു പേര് വേറെ ഒരു പേരാണ് കൊടുത്തത്. അത് ഒരു 20 വർഷം കൊണ്ട് ഞങ്ങളിങ്ങനെ നടന്നലഞ്ഞ് ചോദിച്ചിട്ടും തരാത്ത ഒരു സർട്ടിഫിക്കറ്റ്. ശരിയാകില്ല നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ള ഇതിൽ. അപ്പം ഞാൻ പറഞ്ഞു,
പേരിതാണല്ലോ, ഞങ്ങൾക്ക് അത് കൊടുത്തപ്പോൾ ഉള്ള മാറ്റമാണ് എന്ന് പറഞ്ഞിട്ടും അവരത് അംഗീകരിച്ചില്ല. ഇല്ല, നിങ്ങൾ എങ്ങ് പോയാലും ഈ പേരിന് മാറ്റം സംഭവിക്കുകയില്ല എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, കൃപാസന മാതാവിൻ്റെ ഈ ഉടമ്പടി കാശിരൂപം കൊണ്ടുവന്ന് ഓൺലൈനിലാക്കിയാലും നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ എന്ന് കൊച്ചിയിൽ പറയുകയുണ്ടായി. കൊച്ചിയിലാണ് ഈ സർട്ടിഫിക്കറ്റ് പോയത്. അവിടെ നിന്ന് വന്നപ്പോഴും അപ്പോഴും ഞാൻ പറയുന്നു, ഈ മേഡം എന്താ നമ്മളോട് ഇങ്ങനെ കാണിക്കുന്നത്, നമുക്ക് തരത്തില്ല, കിട്ടില്ല എന്നൊക്കെ, എന്താ നമ്മൾ കൊടുക്കാനുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു, കൃപാസന അമ്മ മാതാവിൻ്റെ ഈ ഉടമ്പടി കാശിരൂപം കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് ഞാൻ അവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി. ഒരു 4 ദിവസം ഞാൻ അവിടേക്ക് ചെന്ന് തുടർച്ചയായി ചെന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി ആ കാശിരൂപം ആ മേശപ്പുറത്ത് വെച്ചു. മേശപ്പുറത്ത് വെച്ചതും അവിടെ ഒരു അത്ഭുതം സംഭവിച്ചു. ഞങ്ങളെ എടുക്കാത്ത ഓൺലൈനിൽ കൂടെ ആ സർട്ടിഫിക്കറ്റ് ഉടനടി അങ്ങ് ശരിയായി കിട്ടി. അപ്പം ഞാനും വിചാരിച്ചു, എൻ്റെ കൃപാസന അമ്മയുടെ അതിശയമല്ലേ ഇവിടെ എല്ലാം കാണുന്നത്. അപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം വന്നു. എൻ്റെ മാതാവ് അപ്പോൾ എൻ്റെ കൂടെ എങ്ങനെ വസിക്കുകയാണല്ലോ. തീർച്ചയായിട്ടും എൻ്റെ മനസ്സിലുണ്ട്, ഇനി ഞങ്ങൾ ജീവിതകാലം മുഴുവനും ഞാൻ പള്ളിയിൽ പോലും പോകാൻ മടിക്കുന്ന ഞാൻ ഉടമ്പടി ജീവിതത്തിൽ ജീവിക്കുകയാണെങ്കിൽ ഈ മാതാവിനെ വിട്ട് ഞാൻ ഒരിക്കലും ഞങ്ങളിനി പിന്തിരിയില്ല. അതുപോലെ എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ ചെറുതും വലുതുമായിട്ട് ഞാൻ ഈ കാശിരൂപം വെച്ച് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം എൻ്റെ മോള് ഖത്തറിലാണ്. ആ മകൾക്ക് ഒരു വേദന വന്ന് ഇങ്ങനെ, മമ്മി എനിക്ക് വയ്യാതാവുന്നു, ഇവിടെ എനിക്ക് ആരുമില്ല എന്നെ സഹായിക്കാനോ എടുക്കാനോ. ഞാൻ മോളോട് പറഞ്ഞ്, മോൾ ആ മൊബൈൽ ഓണാക്കി വെക്ക്, ഞാനിതാ കാശിരൂപവും ഉടമ്പടി തൈലവും എടുത്തുകൊണ്ട് നീയും അതിൽ വിശ്വാസ പ്രമാണം ചൊല്ലിക്കോ, ഞാനിതാ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ ഫലമായി അവളും ആ പ്രാർത്ഥന കേട്ട് പ്രാർത്ഥിച്ച് അരമണിക്കൂർ കഴിഞ്ഞില്ല മകളുടെ വയറുവേദനയും എല്ലാം അങ്ങ് മാറി, ഛർദിലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇതുപോലെ ഒത്തിരി കുഞ്ഞു അനുഭവവും വലിയ അനുഭവങ്ങൾ എനിക്ക് ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ അതിലൂടെയാണ് ജീവിക്കുന്നത്. ഇനി ഉടമ്പടി ജീവിതത്തിലോട് തന്നെയായിരിക്കും എൻ്റെ ജീവിതവും. അതുപോലെ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം അച്ഛൻ്റെ യൂട്യൂബിൽ ഞാൻ ഈ യൂട്യൂബ് നോക്കും. പക്ഷേ ഇത്രയും മുമ്പോട്ട് കൊണ്ടുപോകാനൊരു ശക്തി എനിക്ക് ലഭിച്ചത് നമ്മുടെ ഇവിടുത്തെ അച്ഛൻ്റെ, ജോസഫ് അച്ഛൻ്റെ ഈ ധ്യാനം ഞാൻ എപ്പോഴും കേൾക്കും. ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഞാൻ ഈ അച്ഛൻ്റെ സംസാരവും അതിൻ്റെ അർത്ഥങ്ങളുമൊക്കെ എനിക്ക് മനസ്സിലാക്കി തരും. ഉടമ്പടിയിലോട്ട് നയിച്ച് കൊണ്ടുപോയി എത്തിച്ചത് എൻ്റെ ഈ ജോസഫ് അച്ഛൻ്റെ ഒരു വലിയ ധൈര്യം. ഇനി ഒരു കൃപാസനത്തിൽ ഇങ്ങനെ ഒരു അച്ഛൻ ഇനി ഇങ്ങനെ വരുമോ എന്ന് പോലും എനിക്കറിയില്ല. അത്രത്തോളം ഞാൻ മാറി. ഞാൻ ഈ മാറ്റം എനിക്ക് ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. അതിനാൽ ഞാൻ എൻ്റെ സഹോദരങ്ങളോടും പറയുന്നു, എൻ്റെ ദൈവ മാതാവിനെ വിളിച്ചപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത മാതാവാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കും ആ കൃപ ലഭിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്തിട്ടുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ അനാഥാലയങ്ങളിൽ ഞാനും എൻ്റെ ചേട്ടനും കൂടെ പോയി അവിടേക്ക് നൈറ്റ് ഡ്രസ്സ്, അവർക്ക് വേണ്ട സോപ്പ്, എണ്ണ, ചീപ്പ് ഇങ്ങനെ വാങ്ങിക്കൊണ്ട് കൊടുക്കും. പിന്നെ ഡിസ്ട്രിക്ട് ആശുപത്രിയിൽ മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മക്കൾക്കും ഞാൻ ഇതുപോലെ ചെയ്യാറുണ്ട്. അതുപോലെ മാസത്തിലൊരു തവണ 10 പൊതി ചോറ് ഞങ്ങൾ എല്ലാ അനാഥ മക്കൾക്കും കൊടുക്കാറുണ്ട്. എല്ലാ മാസവും തുടർച്ചയായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വഴിയോരങ്ങളിലിരിക്കുന്ന ഒരുപാട് ആൾക്കാർ സഹായിച്ചിട്ടുണ്ട്. ചോദിക്കുമ്പോൾ ഞങ്ങൾ കൈ മടക്കില്ല, എല്ലാവർക്കും കൈ തുറന്ന് ഞങ്ങൾ നൽകാറുണ്ട്. ഇത് എൻ്റെ അപേക്ഷയായി ഞാൻ കാഴ്ചവെക്കുന്നു. പിന്നെ കൃപാസന പത്രം എന്ന് പറഞ്ഞാൽ അത് ഒത്തിരി പേര് എന്നെ അനുകരിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് വേറെ ജോലിയില്ലേ, നിങ്ങൾ ഇതും കൊണ്ട് നടക്കുന്നോ, എന്തുകൊണ്ട് നിങ്ങൾ ഈ പത്രം ഇങ്ങനെ കൊണ്ട് നടക്കുന്നു, ഇതൊക്കെ വെറുതെയാണ്. ഞാൻ പറഞ്ഞു, ഇത് വായിച്ചു നോക്കുക. ഇതിൻ്റെ ഉടമ്പടിയിലെ ഓരോ സാക്ഷ്യം വായിക്കുമ്പോൾ നിങ്ങൾ കൃപാസനത്തിന് എത്താത്തവർ നിങ്ങൾ വന്നിരിക്കും. പിന്നെ ഈ പറയുന്നവരുണ്ടല്ലോ, മാതാവിനെ വിളിച്ചപേക്ഷിക്കുന്നവർ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത അമ്മയാണ്. ആ അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഈ പത്രം. അപ്പോൾ ചിലർ ചോദിക്കും ഇത് തലകാണി. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞ എൻ്റെ വിശ്വാസം ഞാൻ പറയുകയാണ്. എല്ലാ കാര്യത്തിലും ഈ ഉടമ്പടി സാക്ഷ്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായ അനുഗ്രഹം ലഭിക്കും. നിങ്ങൾ ഈ കൃപാസനത്തിൽ വന്ന് എത്തിച്ചേരുകയും ചെയ്യും. അങ്ങനെ ഒത്തിരി വീടുകളിൽ പിന്നെ ചിലരെ ചോദിക്കത്തുള്ളൂ, ബാക്കി എല്ലാവരും 2 കൈ നീട്ടി സ്വീകരിക്കാറുമുണ്ട്. അപ്പോൾ ഇത് എൻ്റെ അപേക്ഷയായി സ്വീകരിച്ചു. ലൂക്ക 18:27 മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. 22 വർഷത്തിലേറെ
ഒരു ഭവനം സ്വന്തമായിട്ടുണ്ടാകുവാൻ ആഗ്രഹിച്ചിട്ടും നടക്കാതിരുന്നതും 20 വർഷമായിട്ട് ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി നടന്നിട്ട് അത് മാറ്റം വരുത്തി കിട്ടാതിരുന്നതും ഇതെല്ലാം ഉടമ്പടി വഴി സംഭവിക്കുകയാണ്. ഉടമ്പടിയിലേക്ക് വരുമ്പോൾ സമയച്ചുരുക്കം സംഭവിക്കുന്നുണ്ട്. അതുകൂടാതെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ ഭവനത്തിൽ അനുഭവമാകുന്നു. അത് സുഗന്ധത്തിൻ്റെ മണം ലഭിച്ചൊക്കെയാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അവർക്ക് മനസ്സിലാവുന്നത്. അതേപോലെ ആനടിച്ചേട്ടനാണെങ്കിൽ വർഷങ്ങളായിട്ട് മദ്യപാനം നിർത്തുവാൻ ശ്രമിച്ചിട്ടും സാധിക്കാത്തത് ഉടമ്പടിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു കൃപ ലഭിക്കുകയാണ്. ദൈവം തന്നെ കൂടെ നടന്ന് സഹായിക്കുന്നത് കൊണ്ടാണ് നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നത്. ഈ കുടുംബം ഇപ്പോൾ ദിവ്യബലിയിൽ പങ്കെടുക്കുവാനും പ്രാർത്ഥന നന്നായി ചെയ്യുവാനും കാരുണ്യപ്രവൃത്തി ചെയ്യുവാനും എല്ലാം തീഷ്ണത കാണിക്കുകയാണ്. കാരുണ്യപ്രവൃത്തി ചെയ്യുമ്പോഴും പ്രേക്ഷിതവേല ചെയ്യുമ്പോഴും ഈ കുടുംബത്തിന് അതിയായ സന്തോഷമുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമുക്ക് ഉടമ്പടിയിൽ ലഭിക്കുന്നത്. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.